പഠിച്ചോനെ, നല്ലൊരു റമദാൻ മാസാണ് റബ്ബെ വരുന്നത്. ഒരു തരി അരി പോലും ഇല്ലല്ലോ റബ്ബെ, പ്രയാസത്തിലാണല്ല. സഹായം നൽകണ തമ്പുരാനെ. പഠിച്ചോനെ, ആ മോളൊന്ന് വരികയായിരിക്കും. ഫാത്തിമ, ഇന്ന് നമുക്ക് ശമ്പളം കിട്ടിയ ദിവസമല്ലേ? റമദാനൊക്കെ അല്ലേ വരുന്നത്? നമുക്ക് ആ വല്യമ്മക്ക് എന്തെങ്കിലും കൊണ്ടേ കൊടുക്കേനു. ഒക്കെ വരുന്നില്ലേ? ഫൗസിയോ? ആർക്ക്? ഞാനില്ല. എന്റെ ശമ്പളം ഞങ്ങൾക്ക് അടിച്ചു പൊളിക്കാനുള്ളതാ. ഞങ്ങളെ സ്വത്തുക്കളൊക്കെ ഞങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളതാ, മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ളതല്ല. ഈ പോയിക്കോ. അതല്ല, ഈ ഞങ്ങളെ ഓഫീസിൽ ഏറ്റവും കുറഞ്ഞ ശമ്പളം കിട്ടുന്ന ആളല്ലേ? ഈയാണ് പോർക്ക് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഈ വേറെ എന്തെങ്കിലും പണി നോക്കിക്കല്ലേ? അത് സാരില്ല. എനിക്ക് ശമ്പളം കുറവുള്ള ജോലിയാണെങ്കിലും പഠിച്ചോ എനിക്കത് തന്നില്ലേ, അതിൽ നിന്നൊരു വിഹിതെങ്കിലും ഞാൻ ഇവിടെ കൊണ്ടു കൊടുക്കാൻ പോവാ. നീ വരുന്നില്ല അല്ലേ? എന്നാ ശരി, ഞാൻ പോയിട്ട് വരുന്നാല്. ആ അമ്മമ്മ, ഞാൻ വന്നിട്ടോ. എന്താ ഇവിടെ വെക്കട്ടെ? അത് സാരില്ലേ, അമ്മമ്മക്ക് കാലിന് വയ്യാത്തല്ലേ, അമ്മമ്മ അവിടെ ഇരുന്നോളെ, അവിടെ വെച്ചോളാം. ആ സന്തോഷം മോളെ, അവിടെ വെച്ചോ. അമ്മമ്മക്ക് വലിയ കാലിന് വയ്യാത്തോണ്ടാട്ടോ മോളെ അമ്മമ്മ അങ്ങോട്ട് വരാത്ത. അല്ലാ ശുക്ർ, അല്ലാ അൽഹംദുലില്ലാ. ഞാനിതിപ്പോ അവിടെ ഉള്ളത്. എന്റെ ചുറ്റും എന്താ പാമ്പ് എന്നെ കടിക്കാൻ വരുന്നുണ്ട്, എന്റെ മുഖത്തേക്കൊക്കെ കടിക്കാൻ വരുന്നുണ്ടല്ലോ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ഫൗസി അല്ലാതെ അവിടെ? ഫൗസിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഫൗസി, ഞാൻ എന്താ ഈ അവസ്ഥയിലെത്താൻ കാരണം? ഫാത്തിമ, നിനക്ക് ഈ അവസ്ഥ വരാൻ കാരണം എന്താണെന്നറിയോ? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു തആല ഒരാൾക്ക് സമ്പത്ത് നൽകിയാൽ അയാൾ ആ സമ്പത്തിൽ നിന്ന് ആർക്കും സ്വതക്ക നൽകിയില്ലെങ്കിൽ ആ സമ്പത്ത് നാളെ അന്ത്യദിനത്തിൽ ഒരു പാമ്പായിട്ട് വരും. പാമ്പായിട്ട് വന്നിട്ട് അയാളെ കഴുത്തിൽ ഇങ്ങനെ ചുറ്റിയിട്ട് അയാളെ കവിളിൽ കടിച്ചിട്ട് പറയും, ഞാനാണ് നിന്റെ സമ്പത്ത്, ഞാനാണ് നിന്റെ സ്വത്ത് എന്ന്. നീ സമ്പത്തില്ലേ, സ്വതക്ക കൊടുക്കായിട്ട് എനിക്കിപ്പോ ഈ അവസ്ഥ വന്ന്. പഠിച്ച തമ്പുരാൻ, കഴിവുള്ളവൻ കഴിവില്ലാത്തവർക്ക് നിങ്ങൾ സ്വതക്ക നൽകുക, ഇല്ലെങ്കിൽ ഈ ശിക്ഷ നിങ്ങൾ അന്ത്യദിനത്തിൽ അനുഭവിക്കേണ്ടി വരും. അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ എന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്.